പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നിങ്ങളുടെ തംബ്നെയിലിൽ കണ്ടപോലെ തന്നെ ഇന്ന് ഒരു ഹോം ടൂർ ആണ് സുഹൃത്തുക്കളെ. ഈ വീട് ആക്ച്വലി 35 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതായിട്ടാണ് എൻ്റെ ഒരു കേൾവി. പണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് ഓല മേഞ്ഞ വീടായിരുന്നു. അത് പിന്നെ അച്ഛൻ ഗൾഫ് പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വാർപ്പിട്ട് ടെറസ് ഇട്ടൊരു വീട് എടുത്തതെന്നുള്ളത് കേട്ടറിവുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ 1-2 തവണ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുതിയതായിട്ടുള്ള മോഡേൺ ടൈപ്പ് റെനോവേഷനും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അടുക്കളയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഡോഗിൻ്റെ കൂട് വെച്ചിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 5-6-7 കൊല്ലത്തെ പഴക്കമുണ്ട്. അതായത് ഇവളാണ് ഇവിടെ ഇരിക്കുന്നത്. ഹലോ ലേക്കുട്ടി, പുറത്തേക്ക് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ നല്ല അനുസരണമുള്ള ഡോഗാണ്. കാരണം ഞാനാണല്ലോ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. നല്ല അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാത്രമേ അനുസരിക്കുള്ളൂ, വീട്ടിൽ വേറെ ആരും അനുസരിക്കില്ല. ഇവളൊക്കെ ഇങ്ങോട്ട് വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അത്രയും എന്നെ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വടി കാണിച്ച് പേടിപ്പിക്കും. അത് വേറൊരു കാര്യമാണ്. ഇവരെ ആരും ഒരു പേടിയുമില്ല. നീക്കുട്ടി ബാ, അവിടെ ഇരിക്കി. യെസ്, ഗുഡ് ഗേൾ. എൻ്റെ പൊന്നുമോളാണ്. ഞാൻ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവളെ കൂട്ടിലാണെങ്കിൽ പോലും ഞാൻ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഇവളെ മൈൻഡ് വെച്ചിട്ട്, അതായത് ഇവളെ ഒന്ന് പോയി സംസാരിച്ചിട്ട് മാത്രമേ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇവള് കൂട്ടുന്ന് കുരച്ച് ആലമ്പുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഞാൻ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇവളാ ഒരു കുര നിർത്തുള്ളൂ. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞാനും ഇവളും തമ്മിൽ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഞങ്ങളുടെ റൂമിന്റെ ജനല്. തൊട്ടപ്പുറത്തത് അവിടെ ഉണ്ട് ഒരു റൂം. അത് അച്ഛൻ അമ്മ ഒക്കെ കിടക്കുന്ന റൂമാണ്. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ വിശാലമായി ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു മുറ്റമുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ അടുക്കള ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ, മുകളിലൊരു ടെറസ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഷീറ്റ് ഞങ്ങൾ ഈ ടെറസ് ചോരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മളൊരു 15 വർഷം മുന്നേ ഇട്ട ഒരു ഒരു ഷീറ്റാണത്. ഇവിടെ എൻ്റെ ഇപ്പോൾ ഉപയോഗിക്കാത്ത വണ്ടിയുണ്ട്. ഉപയോഗിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്തേക്ക് ഇറക്കണം ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പാർട്സ് ഞാൻ ബൈക്കൊന്ന് വീണായിരുന്നു. അപ്പോൾ ആ പാർട്സ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് സുസുക്കിയിൽ പോയിട്ട് അവർ ചോദിച്ച സമയത്ത് പാർട്സ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. വർക്കിംഗ് കണ്ടീഷനാണ്. ഞാൻ ഇടയ്ക്കെടുത്ത് ഓടിക്കാറുണ്ട്. ഈ ഒരു പരിസരത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ ഷൂ റാക്ക് മൊത്തം ഫുൾ. എനിക്ക് തോന്നുന്നു ഇത് വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ ഷൂ പോലും എടുത്ത് കളയാണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവളുടെ പണ്ടത്തെ ഷൂ. എൻ്റെ പണ്ടത്തെ ഷൂ അല്ലേ ഇത് അനിയന്റെ പണ്ടത്തെ ഷൂ. ഇത് അനിയൻ +2 പഠിക്കുമ്പോൾ ആ ഷൂ ഒക്കെ എടുത്ത് ഒഴിവാക്കണം. NCCന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഷൂ ആണ്. ഇനി നമുക്ക് ഉള്ളോട്ടേക്ക് പോവാം. ഇനി ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ല് ഒരുപാട് പേർക്ക് വേദന നൽകിയ ഒരു ഗ്രില്ലാണ്. ബിക്കോസ് ഞാനൊക്കെ ചെറുപ്പത്തിൽ, ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ വലിയച്ഛൻ്റെ മക്കൾ, ഏട്ടന്മാര്, അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ചെറുതും ഇതിന്റെ മുകളിൽ വേദനയാൻ പോകും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഗ്യാപ്പ് കണ്ട, ഇവിടെ കൈ വെച്ചിട്ട് പലരും ഇതിന്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. മീൻസ് ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വാ, ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇപ്പൊ ഇവിടെ ചാരി ഇരുന്നിട്ട് ഈ സാധനം കൂടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങും, ഈ ഒരു ഗ്യാപ്പിൽ ഇറങ്ങും. അപ്പൊ ഇവിടെ എനിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ അനിയന് പറ്റിയിട്ടുണ്ട്, ഇനി എൻ്റെ ചെറുതിനും പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇനി കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു തയ്യൽ മെഷീനുണ്ട്. ഇത് ആക്ച്വലി അച്ഛൻ ഇപ്പോഴും മീൻസ് തയ്യൽ പണി അറിയാം. അപ്പോൾ അച്ഛന് പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ ഉപയോഗിച്ചിരുന്ന മെഷീൻസ് ഇവിടെ വെച്ചു മാത്രം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കയറിയത് സ്റ്റിച്ച് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ മീൻസ് ഷേപ്പ് ചെയ്യാനോ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട്. ഇത് ആക്ച്വലി ഉപയോഗമല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളിങ്ങനെ മൂടിയിട്ടെന്ന് മാത്രം. പണ്ടത്തെയാണ്. മീൻസ് എനിക്ക് തോന്നുന്നൊരു 5-8-9-10 കൊല്ലം പഴക്കമുണ്ട്. ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തുള്ളതാണ്. 2015-14 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയം. ഇനി സിറ്റ് ഔട്ടിൽ നിന്നും സെൻട്രൽ ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ വീണ്ടും ഒരു മെഷീനാണ്. സോ ഇതൊക്കെ അന്ന് ഞങ്ങളുടെ ചോറായിരുന്നു. ഇപ്പോഴും അത് കേട്ടോ, ഇപ്പോഴും ആ അച്ഛൻ ഷോപ്പിൽ ഉപയോഗിച്ച മെഷീൻസ് ആണ് മൊത്തം. അപ്പോൾ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്റർലോക്കിംഗ് മെഷീനാണ്. അതായത് നമ്മുടെ ഈ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ഇല്ലേ, അതായത്
അതായത് നോർമൽ സ്റ്റിച്ചിങ് അല്ലാണ്ട് ലോക്ക് ചെയ്യുന്ന സ്റ്റിച്ചിങ് വരുന്ന മെഷീനാണ് ഇത്. അച്ഛൻ നന്നായിട്ട് തയ്ക്കും കേട്ടോ, വേറെ വിഷയം. ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ ഈ ദേശത്തെ ഒരു ഫേവറേറ്റ് ടൈലറാണ് എൻ്റെ അച്ഛൻ. ഭയങ്കരമായിട്ട് നല്ല ഫിറ്റായിട്ട് അച്ഛൻ തയ്ക്കും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു TV ഉണ്ട്. ഈ സോണിയുടെ TV എൻ്റെ പ്രായമുണ്ട്, 28-29 ഇയേഴ്സ് ബാക്കുള്ള ഒരു TV ആണിത്. ഇത് സോണിയുടെ TV. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വർക്കിംഗ് ആണ്. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ഫോൺ വന്നു, കേബിൾ കണക്ഷൻസ് ഒഴിവാക്കിയതോടുകൂടി പിന്നെ TV അങ്ങനെ ഇപ്പം നീ ഓണാക്കിയാൽ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് പുകയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം തീരെ അനക്കാണ്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-8 കൊല്ലത്തിന് മേലെ. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് പണ്ട് അച്ഛൻ ദുബായിലായിരുന്നു. അപ്പം ദുബായിലുണ്ടായിരുന്ന സമയത്ത് അന്ന് കൊണ്ടുവന്ന കുറച്ച് കളിപ്പാട്ടങ്ങളും സ്റ്റാച്യൂസും പിന്നെ എനിക്കും അനിയനും ഒക്കെ കിട്ടിയ കുറച്ച് എന്താ പറയുക ട്രോഫീസ് അങ്ങനെയൊക്കെയുള്ള, അതായത് ഞങ്ങളുടെ ഈ നൊസ്റ്റാൾജിക് എന്താ പറയുക അങ്ങനെ പറയില്ലേ, അതാണിത്. ഇത് എൻ്റെ അച്ഛൻ ഒരു 17-18 വർഷത്തോളം ഗൾഫിലായിരുന്നു. എൻ്റെ ഒരു ചെറുപ്പകാലം മുതലേ പുള്ളി ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളായിരുന്നു പൊതുവെ. പിന്നെ എൻ്റെ അനിയനൊക്കെ വന്ന സമയത്തേക്കും അച്ഛൻ ഗൾഫ് അങ്ങ് നിർത്തി. അപ്പോൾ അവന് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയില്ല. എനിക്കാണ് ആ ഭാഗ്യമൊക്കെ കിട്ടിയത്. പിന്നെ ഞാൻ അത്യാവശ്യം സ്കൂൾസിലൊക്കെ കുറച്ച് പഠിപ്പിയായിരുന്നു. സ്കൂൾസിൽ അതിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ആ സമയത്ത് എനിക്ക് കിട്ടിയ, പിന്നെ അത്ലറ്റിക് അക്കാഡമിക് എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് എനിക്ക് ട്രോഫീസ് അധികമായിരുന്നു. പിന്നെ ഇതിനേക്കാൾ ട്രോഫി കിട്ടിയവരുണ്ടാവും കേട്ടോ, അങ്ങനെയെല്ലാം പറയുന്നത്. ഞാൻ കുറച്ചൊരു എനർജറ്റിക് ആയിരുന്നു. ഈ ഒരു സൈഡിൽ നിന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ഒരു മെഷീനുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ചില സമയത്ത് വർക്ക് ചെയ്യിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിക് അല്ല, അതായത് ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ, അതായത് ഈ സെറ്റപ്പ് അല്ല, അതായത് ഓൾഡ് സെറ്റപ്പ്, ഈ കയർ സെറ്റപ്പ് അല്ല, മോട്ടർ സെറ്റപ്പാണ്. ജസ്റ്റ് പ്രസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറങ്ങാൻ തുടങ്ങും. ഇത് കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീൻ. ഇതിപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത്, ഇത് അച്ഛൻ ആ സമയത്ത് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഷോപ്പിൽ ഉപയോഗിച്ചിരുന്ന ഈ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ അയൺ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ടേബിളായിരുന്നു ഇത്. പിന്നെ ഇത് വേറെ എവിടെയെങ്കിലും വെക്കാനൊന്നും ഇപ്പോൾ പ്ലേസും ഇല്ല. പിന്നെ നമുക്ക് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ അയൺ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയതുകൊണ്ട് ഇതിവിടെ വെച്ചു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇത് അനിയൻ കിടക്കുന്ന കട്ടിലാണ്. അപ്പം അനിയൻ ഇപ്പോൾ നമ്മുടെ കക്കാടംപൊയിൽ ഒരു ജോബിന് വേണ്ടി പോയേക്കാണ്. അപ്പോൾ അനിയൻ ഇവിടെ ഇല്ല. അപ്പോൾ ഈ കട്ടിൽ ഇവിടെ ഞങ്ങൾ പൊതുവായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വന്നാൽ കിടക്കും. പിന്നെ ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോ, അമ്മയുടെ പഴയ കോലം. പിന്നെ ഇത് എൻ്റെ മാർഷൽ ആർട്സ് ബെൽറ്റുകളാണ്. ഞാൻ ബ്ലാക്ക് വരെ പോയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റാണ് ഷോട്ടോക്കാൻ കരാട്ടയിൽ. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോ. ഇത് ഞങ്ങളുടെ എനിക്ക് തോന്നുന്നൊരു 5-8 വയസ്സുള്ള സമയത്താണ് ഇതെടുത്തത്. പിന്നെ ഇത് അനിയൻ, പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. പിന്നെ ഈ പറഞ്ഞ ബാക്കിലുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ കരാട്ടയിൽ എന്താ പറയുക ബെസ്റ്റ് പെർഫോമർ ആയ സമയത്ത് കിട്ടിയതാണ്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ചെറുപ്പകാലം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഫോട്ടോയിലുള്ള ഏകദേശം ഫേസ് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ചെറുതിനുള്ളത്. ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഇവനിപ്പോൾ മുടി വെട്ടുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ കമന്നെടുത്തൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഇപ്പോൾ അപ്പോഴത്തേക്ക് മുടി വെട്ടിപ്പോയി. ഈ മുടി ഓൾമോസ്റ്റ് ഇങ്ങനെ അവനും ഇതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു മുടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ഞാനാണ് വെട്ടിയത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഏകദേശം അതേ ഫേസ് കട്ട് തന്നെയായിരുന്നു അവനും ഉണ്ടായിരുന്നത്. പിന്നീട് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൂം കാണാം. ഇത് ആക്ച്വലി അച്ഛൻ്റെ പെങ്ങളെ റൂമാണ്. പുള്ളിക്കാരി മാരീഡ് അല്ല, കുറച്ചൊരു സ്പിരിച്വൽ മെൻറ്റാലിറ്റി കുറച്ച് കൂടുതലുള്ളൊരു വ്യക്തിയാണ്. ഓൾസോ ഇവിടുത്തെ ഒരു പൂജാമുറിയൊക്കെ പറയുന്നത് ആ റൂമിലാണ്. പുള്ളിക്കാരിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. രാവിലെ എണീച്ച് യോഗ, ധ്യാനം, നോൺ വെജ് ഫുഡില്ല, ഓൺലി വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ, അങ്ങനെ ഭയങ്കര. ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നൊരു എത്ര വയസ്സായിട്ടുണ്ടാവും, 73 വയസ്സായി. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് എന്തൊക്കെയുണ്ട്, ഭരതനാട്യം അങ്ങനെയൊക്കെ എന്തോ ഗുരുവായൂരൊക്കെ പോയിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം അങ്ങനെയുള്ള പുള്ളിക്കാരുടെ ലൈഫ് സ്റ്റൈൽ ആക്ച്വലി അടിപൊളിയാണ്. 73 വയസ്സിൽ അമ്മായി പഠിച്ചു വിളിക്കുക. പക്ഷേ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അങ്ങനത്തെ വലിയ എന്താ പറയുക
ചെറിയ ചെറിയ പ്രായത്തിൻ്റെതായിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാർ ഓടി നടന്ന് പയർ ഞാനിപ്പോൾ കണ്ണു വെച്ചതിന് ശേഷം നാളെ ഇവിടെ നടുവെട്ടി കിടക്കും എപ്പോഴും ഞാനെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുകയും ചെയ്യും ചിലപ്പോ. റൂമിൽ ഇങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഇവിടെ കുറച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. കുറച്ച് അലമാരയുണ്ട്, ഇങ്ങനെ ഇതുണ്ട്. ഇനി ഈ പൂജാമുറി എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ട് പൂജ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബാത്റൂമുണ്ട്. പിന്നെ അമ്മായി കുറച്ച് റീഡിങ് ഹാബിറ്റ് ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റൂംസിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കാണിക്കാനില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ റൂമിലും എന്തൊക്കെയാണോ ഉണ്ടാവുന്നത് അതുപോലത്തെ തന്നെയാണ് നമ്മുടെ റൂമിലും ഒക്കെ ഉള്ളത്. ഇത് അതായത് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റൂമാണ്. എൻ്റെ റൂം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ വൃത്തിയായിട്ട് അങ്ങനെ വെക്കുന്ന ശീലമില്ല. ഞാൻ ഓൾസോ ക്രിയേറ്റീവ് മൈൻഡ് കൂടുതലാണല്ലോ. അപ്പോൾ ക്രിയേറ്റീവ് മൈൻഡ് കൂടുതലുള്ള ആൾക്കാരുടെ മുറി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ വൃത്തികേടായിട്ടേ ഉണ്ടാവുള്ളൂ. വൃത്തിയായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അതായത് എനിക്കങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന ഒന്നാമത് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത്. ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കയറി വന്ന ഒരു അലമാരയുണ്ട്, ഒരു കട്ടിലുണ്ട്, പിന്നെ ഇവനവിടെ കിടന്നുറങ്ങുന്നുണ്ട് ചെറുത്. ഇത് നമ്മുടെ കണ്ണാടി. പിന്നെ ഈ ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറ കാര്യങ്ങൾ മൊത്തം എടുത്തു വെക്കുന്ന ഒരു മുറി ഷോക്കേസാണ്. കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കുറച്ച് അല്ലറ ചില്ലറ അലങ്കാര സാധനങ്ങളും അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാണ് കംപ്ലീറ്റ് ഞങ്ങളുടെ മുറി എന്ന് പറയുന്നത്. പിന്നെ 3 ഫോട്ടോസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം ഞങ്ങളുടെ ഇവിടുത്തെ എൻ്റെ റൂമിൻ്റെ തൊട്ടിപ്പുറത്തെ റൂം അച്ഛൻ്റെ അമ്മേൻ്റെ മുറി. ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. നോർമലി എല്ലാ റൂമിലും കാണുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ അടുക്കളയിലോട്ട് പോകേണ്ടത്. ഈ അടുക്കള ആക്ച്വലി ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തത്. ഇത് അടുക്കള ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ വലിയ അടുക്കളയൊന്നുമില്ല, എന്നാൽ പോലും ഇവിടെ ആയിരുന്നു പണ്ട് ഞങ്ങളുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം, ഭക്ഷണം കഴിപ്പും എല്ലാം ഇവിടെ ആയിരുന്നു. അന്ന് ഇവിടെ ഒരു റാക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പൊളിച്ചിട്ട് ഇപ്പം ഒരു ടേബിൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്താണ്. പിന്നെ ഇവിടെയും ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ റാക്കും ഞങ്ങളിവിടെ പൊളിച്ചിട്ട് ഇവിടെയായിരുന്നു വാഷിംഗ് ബേസിനൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ പാത്രം കഴുകാനൊക്കെ ഉള്ളത് ഇവിടെയായിരുന്നു. അത് ഞങ്ങൾ പൊളിച്ചിട്ട് ഇവിടേക്കൊരു വാഷ് ബേസിനാക്കി. അവിടെ ചെറിയൊരു സ്റ്റോർ റൂം ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയായിരുന്നു അടുപ്പ്, വിറകടുപ്പ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചിമ്നിയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീനും കുറച്ച് മിക്സി, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വെച്ചു. പിന്നെ ഇത് ഇപ്പം മോന് മേടിച്ച ഒരു ചെറിയൊരു ഊഞ്ഞാൽ സൈസാണ്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ഉറക്കം വരും. കാരണം ഇത് ആട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ആട്ടം നിൽക്കില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ ആടി അതിൽ കിടന്ന് ആർക്കും അതിൽ ഉറക്കം വരും. അപ്പോൾ ഓനും നല്ല സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെയും ചെറിയ രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒക്കെ ഇപ്പം ചെറിയ പണികൾ നമ്മളിങ്ങനെ 1 by 1 ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചെറുതായിട്ട് ഇപ്പോൾ ചുമരൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പം ഇവിടെയാണ് ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്താണ് ആക്ച്വലി ഞങ്ങളുടെ കുക്കിംഗ് പരിപാടികൾ മൊത്തം. അപ്പോൾ ഞങ്ങൾ 1-2 വീഡിയോസ് ഞാൻ ജെമിനിയിൽ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയ വീഡിയോ, അത് ഞങ്ങളുടെ ഈ അടുക്കളയായിരുന്നു. ഇവിടെ ആയിട്ട് ഒരു കിണറുണ്ട്. ഈ കിണറും അത്യാവശ്യം നല്ല വെള്ളമുള്ള കിണറാണ്. കിണറിനെ പറ്റി ഞാൻ എന്ത് പറയാനാ, പിന്നെ അത്യാവശ്യം വെള്ളമുള്ള കിണറാണ്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വെള്ളത്തിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ലൈറ്റ് ഇടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെയാണ് കുക്കിംഗ് ആൻഡ് ഫുൾ പരിപാടികൾ മൊത്തം. ഇവിടെയായിട്ട് ഗ്യാസ് സെറ്റപ്പ് പരിപാടികൾ. ഇതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു ആ ഒരു സമയത്തൊരു എനിക്ക് തോന്നുന്നൊരു 5-6 മാസത്തെ ബാക്ക് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക അടുക്കളയാണ്. ഇനി ഇത് ഫുൾ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് ശരിയാക്കാനുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടത്താൻ മാത്രമുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് 1 by 1 എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നു മാത്രം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ ഇൻഡോർ മൊത്തം. ഇനി നമുക്ക് പുറത്ത് മുകളിൽ കാണിക്കാം. ഇനി അടുക്കളയിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് കയറാം.
ആദ്യം ഈ കോണിപ്പടി സെറ്റപ്പ് അല്ലായിരുന്നു, ആദ്യം വേറൊരു കോണിപ്പടി സെറ്റപ്പ് ആയിരുന്നു, ഒരു സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കോണിപ്പടി ആയിരുന്നു. പിന്നീട് നമ്മൾ പൊളിച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തു. ഈ ടെറസിൽ നമ്മൾ അങ്ങനെ വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ട് സ്പേസ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയ സാധനങ്ങൾ, കുറച്ച് ഇതേപോലെ ഉണക്കാനിട്ടിരിക്കുന്ന വിറക്. ഇത് പണ്ട് എൻ്റെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് ഒരു 10-15 കൊല്ലം മുന്നേ ഇട്ടതാണ്. അപ്പം ഈ 15 കൊല്ലം മുന്നേ അതിന് മുന്നേ ഇവിടെ മഴ പെയ്യുമല്ലോ. ആ മഴ പെയ്ത് ചോർന്നതിന് ശേഷമാണ് ഈ ഷീറ്റ് ഇട്ടത്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് അവിടേക്ക് പോകാനുള്ളൊരു വെള്ളം പോകാനുള്ളൊരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് ഞാൻ എന്താക്കും, അങ്ങ് അടയ്ക്കും. വല്ല കടലാസോ കവറൊക്കെ കുത്തിത്തിരികെ അങ്ങ് അടയ്ക്കും. അപ്പം എന്താവും, ഇതിൽ ഫുള്ള് അങ്ങോട്ട് വെള്ളം നിറയും. എന്നിട്ട് എന്താക്കും, ആ വെള്ളത്തിൽ ഞാൻ സ്വിമ്മിംഗ് പൂള് മാതിരി അങ്ങനെ കിടക്കും. ഇതായിരുന്നു പണ്ടത്തെ എൻ്റെ ഹോബീസ്. അങ്ങനെ ഇതാണ് എൻ്റെ വർക്കൗട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഡംബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെത്ര കിലോ, 10 കിലോൻ്റെ ഉണ്ട്, പിന്നെ 5 കിലോ ഉണ്ട്, പിന്നെ 2.5 കിലോൻ്റെ ഉണ്ട്. അങ്ങനെ ഇത് മൊത്തം 5 കിലോ അത് 5 കിലോ ഉണ്ട്. അവിടുത്തെ വന്നിക്ക് നോക്കട്ടെ, കളിച്ച് തുടങ്ങണം. അയ്യോ, ആകെ അത് 5 കിലോ ഉള്ളൂ. അവിടെ വെച്ചോ. പക്ഷെ മോനെ 10 കിലോ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് എടുക്കുമ്പോ ഭയങ്കര ഭാരം തോന്നുന്നു. മോനത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്തോക്കെ ഡമ്പലിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാം. അല്ല, ഞാൻ കാര്യം പറയാ, അത് 5 കിലോ ആണ്. എല്ലടോ 2.5 കിലോ. അത് 2.5 5 കിലോ. ഇത് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, മസിൽസ് ഒക്കെ നോക്കുന്നതാണ് ഇത്. പക്ഷേ ഇപ്പോൾ വർക്കൗട്ട് തുടങ്ങിയിട്ട് കുറേ ആയി. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തുടങ്ങണം. വർക്കും അതും ഇതുമായിട്ട്. ഒന്നാമത് മഴയൊക്കെ ആകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കളിക്കാൻ തോന്നുക. പിന്നെ ഇത് ഭയങ്കര, ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇരിക്കും. അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഓപ്പണായിട്ട് കുറച്ച് പ്രൈവസി ആയിട്ട് സംസാരിക്കാനും, അതേപോലെ തന്നെ കുറച്ചധികം പ്രൈവസിക്ക് വേണ്ടിയിട്ടും അത് ഇവൻ്റെ പാലോടി സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് കൂടിയായിരുന്നു. ആ സമയത്തുള്ളതാണ് അത്. അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ ഈ വീടൊക്കെ പുതിയതായിട്ട് പൊന്തി വന്നതോടുകൂടി ഇവിടെ വ്യൂ ഒക്കെ ഒന്ന് കുറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശവും പുറമേയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണിക്കാനുള്ളത്. ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങളിങ്ങനെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നിങ്ങൾ വീഡിയോ കണ്ട പോലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കുറച്ച് ഇനിയും വൃത്തിയാക്കാനുണ്ട്, പെയിൻ്റ് അടിക്കാനുണ്ട്. പക്ഷേ ഇതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. എൻ്റെ ഒരു പ്ലാൻ പ്രകാരം ഒരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോം ടൂറും കൂടെ ചെയ്യും. അതൊരു 1.5 ഹോം ടൂർ ആയിരിക്കും, അതാവണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളിലേക്കാണ് ഇനിയിപ്പോൾ നോക്കുന്നത്. ഒരു 5 വർഷം അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ളിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ നിർത്തിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ see you on the next video. Bye bye.